കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാനായി ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ കൃപയോർത്ത് കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമുക്ക് തരുവാനായിട്ട് ദൈവം ഉപയോഗിച്ച ഒരു പ്രത്യേക വ്യക്തിയാണ് വൈദ്യനായ ലൂക്കോസ്. ആ വൈദ്യനായ ലൂക്കോസ് നമുക്ക് ഒരുപക്ഷെ പുതിയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ളടക്കം കണ്ടന്റ് നമുക്ക് തന്നിരിക്കുന്നത് ലൂക്കോസ് ആണ്. ഏറ്റവും വലിയ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷമാണ്. The biggest gospel is the gospel of Luke, even though by chapter wise it is the gospel of Matthew. ഉള്ളടക്കത്തിൽ ഏറ്റവും വലുത് ലൂക്കോസിന്റെ സുവിശേഷമാണ്. പലർക്കും അപ്പോസ്തല പ്രവൃത്തികളാണ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം, അല്ലെങ്കിൽ കേന്ദ്രീകൃതമായ പുസ്തകം. സുവിശേഷങ്ങളെയും ലേഖനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായ ആ പ്രധാനപ്പെട്ട പുസ്തകം, the connecting link between the Gospels and the letters, and therefore it is the pivotal book or the most important book of the New Testament. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന് പലരും ആ പുസ്തകത്തെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നതിന്റെ തലക്കെട്ടിൽ നാം വായിക്കുന്നെങ്കിലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന് വിളിക്കപ്പെടുവാൻ ഇഷ്ടപ്പെടും. തെയോഫിലോസേ, ആ വാക്ക് നമുക്ക് ഇഷ്ടമുള്ള വാക്കാണ്. കാരണം ആ വാക്കിന്റെ നല്ല പേരാണ് എന്ത്? തെയോസ് ഫിലോസ്, ദൈവത്തിന്റെ സ്നേഹിതൻ. തെയോസ് ഫിലോസ്, ദൈവത്തിന്റെ സ്നേഹിതൻ. ഒരു മനുഷ്യന്റെ പേരാണത്. ആ മനുഷ്യനെ വളരെ ബഹുമാനത്തോടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അന്നത്തെ നടപ്പനുസരിച്ച് ആ അന്നത്തെ ഗവൺമെന്റിലെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥനായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് സാധാരണ ആ പേര് മോസ്റ്റ് എക്സലന്റ് ആ പേര് വിളിക്കാറുള്ളത്. അപ്പോൾ വളരെ മാന്യനായ, സമൂഹത്തിൽ വളരെ മാന്യനായ ഈ മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവ ഭക്തിയുള്ളവനുമായ ആ മനുഷ്യനെ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ചും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയെ കുറിച്ചും ബോധ്യപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ച് എഴുതിയതാണ് ഈ വേദവാക്യങ്ങൾ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് തെയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം, എനിക്ക് ആ പദം വായിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നില്ല. കാരണം ഗ്രീക്ക് ഭാഷയിലൂടെ എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ ലോഗോസ്. ഇറ്റ് ഈസ് റിട്ടൺ ഓവർ ദേർ, ലോഗോസ്. ഞാൻ എഴുതിയ വചനം. മലയാളത്തിൽ എന്തുകൊണ്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടത് ചരിത്രം എന്നാണ്. എന്നാൽ ഞാൻ എഴുതിയ ഒന്നാമത്തെ വചനം, ഞാൻ എഴുതിയ രണ്ടാമത്തെ വചനം, the word of God, ഞാൻ എഴുതിയ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അതെന്താണ്? യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നല്ലോ. ഹല്ലേലൂയ. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ അതിന്റെ ഓർഡർ കുറെ കൂടെ ക്ലിയർ ആണ്. മലയാളത്തിൽ ഓർഡർ തിരിഞ്ഞു പോയി. That which Jesus began to teach and to do. യേശുക്രിസ്തു ഉപദേശിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയത്. ഹല്ലേലൂയ. അതിനർത്ഥം യേശുക്രിസ്തു എന്തെങ്കിലും തുടങ്ങിയാൽ അത് അവസാനമില്ലാത്ത ഒരു തുടക്കം. സ്തോത്രം.
അത് തുടങ്ങി. കർത്താവായ യേശു ക്രിസ്തു അത് തുടങ്ങി, ഉപദേശിക്കുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് അത് ലോഗോസ് ആയത്. The teachings, the word of God. ദൈവത്തിന്റെ വചനം യേശു ക്രിസ്തു ഉപദേശിക്കുവാൻ തുടങ്ങി. യേശു ക്രിസ്തു പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ചരിത്രത്തിൽ എപ്പോഴൊക്കെ ഉണർവുണ്ടായിട്ടുണ്ടോ അന്നൊക്കെ ദൈവത്തിന്റെ വചനം ശക്തിയോടെ പഠിപ്പിക്കുന്ന സമയങ്ങളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോഴാണ് ദൈവസഭയിൽ ഉണർവുണ്ടായിട്ടുള്ളത്. കർത്താവിന് സ്തോത്രം. സ്പർജൻ ദൈവവചനം സംസാരിച്ചപ്പോൾ വലിയ ആത്മാവിന്റെ പ്രവർത്തനം ഇംഗ്ലണ്ടിൽ ഉണ്ടായി. ചാൾസ് വെസ്ലി ദൈവത്തിന്റെ വചനം ശക്തിയോടെ സംസാരിച്ചപ്പോൾ ഒരു വലിയ മൂവ്മെന്റ് അവിടെ ഉണ്ടായി. ഈ 20-ാം നൂറ്റാണ്ടിൽ വലിയ ദൈവപ്രവൃത്തി ലോകം മുഴുവനും ഉണ്ടാകാനിടയായി തീർന്നത് ദൈവത്തിന്റെ വചനം ശക്തിയോടെ പ്രസംഗിച്ചപ്പോഴാണ്. അത് യേശു ക്രിസ്തു തുടങ്ങി വെച്ചതിന്റെ തുടർമാനമായ പ്രവൃത്തിയാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു തുടങ്ങിയത്, that which Jesus began to teach and to do, കർത്താവ് തുടങ്ങിയത്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് തുടങ്ങിയത് until the day he was taken up, തന്റെ സ്വർഗ്ഗാരോഹണ ദിവസം വരെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു? സ്വർഗ്ഗാരോഹണ ദിവസം കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, ഇനിയും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓർഡർ തരുന്നത് വരെ കാത്തിരിക്കണം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന ദിവസം വരെയും യേശു ക്രിസ്തു അവരോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ സ്വർഗ്ഗാരോഹണം കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ഇനിയും പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൽപ്പന തരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. So till the day of the ascension of the Lord Jesus, he spoke. And he asked them to wait. He commanded them to wait until the Spirit of the Lord comes upon you. കർത്താവിന്റെ സ്തോത്രം. പെന്തക്കോസ്തുകാരായ നമ്മളാണ് വാസ്തവത്തിൽ ആ പദം ലോകത്തിന് കുറച്ച് പരിചയപ്പെടുത്തി കൊടുത്തത്. എന്ത്? കാത്തിരിപ്പ് യോഗം. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കൽപ്പനയാണ് ഈ കാത്തിരിപ്പ് യോഗം എന്ന് പറയുന്നത്. അന്ന് അവര് കാത്തിരിപ്പ് യോഗം നടത്തിയത് പരിശുദ്ധാത്മാവിന്റെ കൽപ്പന കിട്ടുന്നത് വരെ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുതെന്ന് യേശു ക്രിസ്തു നേരിട്ട് കൽപ്പിച്ചതനുസരിച്ചാണ്. അപ്പോൾ അവരോട് പറഞ്ഞു, കുറെ നാളിനി അടുത്ത കൽപ്പന വരുന്നവരെ കാത്തിരിക്കണം. ഈ രണ്ട് കൽപ്പനയ്ക്കിടയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പുള്ള അന്ത്യകൽപ്പന മുതൽ പരിശുദ്ധാത്മാവ് വീണ്ടും കൽപ്പന തരാൻ ഇറങ്ങി വരുന്ന ദിവസം വരെയും നിങ്ങൾ പരിപാടികളെല്ലാം നിർത്തി വെച്ചിട്ട് കാത്തിരിക്കണം. അതാണ് കാത്തിരിപ്പ് യോഗം. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാ പെന്തക്കോസ്തുകാരത് വീണ്ടും എടുത്തു. അതുകൊണ്ട് നമ്മളോടും ദൈവമക്കളൊക്കെ എല്ലാവരോടും പറയുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവരെ എല്ലാവരും കാത്തിരിപ്പ് യോഗത്തിൽ തന്നെ ഇരിക്കണം. പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടിയല്ല കാത്തിരിക്കുന്നത്, പിന്നെ വന്ന പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരാൻ വേണ്ടി.
അന്ന പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരാൻ വേണ്ടി അവരവര് ഹല്ലേലൂയ ഇരിക്കണം. അവരവരിയ്ക്കണം. സ്തോത്രം. ഇരിക്കാത്തവർക്കൊന്നും ഇത് കിട്ടത്തില്ല. ഇതിരിക്കുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഇരിക്കാൻ നേരമില്ലാത്തവർക്ക് ഇത് കിട്ടത്തില്ല. കർത്താവിന് സ്തോത്രം. നമ്മുടെ നാട്ടിലൊരു പന്ന പഴഞ്ചൊല്ലുണ്ട്, നായിക്കൊണ്ടിരിക്കാൻ നേരവുമില്ല, നടന്നിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് ദൈവങ്ങളോട് പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് അവിടെ ഇരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ നടന്നിട്ടൊരു കാര്യവുമില്ല. ഇരിക്കണം, അവിടെ അടങ്ങിയിരിക്കണം. ചിലരെ കൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഒക്കാത്തൊരു കാര്യമാണ് ഇരിക്കുക എന്നുള്ളത്. ഭയങ്കര പ്രയാസമുള്ള കാര്യം, ഇരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക ലോകത്തിൽ ഇരുന്നാലും കയ്യിൽ എന്തെങ്കിലും പിന്നെ ഇങ്ങനെ കൈ അനങ്ങിക്കൊണ്ടിരിക്കും, കണ്ണനങ്ങിക്കൊണ്ടിരിക്കും. സുഖത്തിലെ ദൈവം പറയാ, ഇതെല്ലാം നിർത്തിയിട്ട് ദൈവമക്കൾ എന്ത് ചെയ്യണം? ഇരിക്കണം. ഇരുന്നില്ലെങ്കിൽ എന്താ പറ്റും? ജീവിതം മുഴുവൻ വെറുതെയായി. ഇരിക്കാത്തവരുടെ എല്ലാ ജീവിതം വെറുതെയാ. ആര് പറഞ്ഞതാ? ദൈവത്തിന്റെ വചനം പറഞ്ഞതാ, യേശുക്രിസ്തു പറഞ്ഞതാ. ഇരിക്കാത്തവരുടെ എല്ലാം ജീവിതം വെറുതെയാ. അതുകൊണ്ട് അടങ്ങിയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കൽപ്പന തന്നിട്ട് അടുത്ത കൽപ്പന കിട്ടുന്നവരെ അടങ്ങിയിരിക്കണം. Hallelujah. So wait until the power comes upon you. That is the commandment of the Lord. That is the commandment of the Lord Jesus. So he taught them. Hallelujah. Until the day. Hallelujah. അപ്പോൾ സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതൽ ആത്മാവ് വരുന്ന ദിവസം വരെയും കാത്തിരിക്കണം. എന്തിനു വേണ്ടി കാത്തിരിക്കണം? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് until the day when he was taken up to heaven, after he had by the Holy Spirit given orders to the apostles whom he had chosen. So Jesus gave commandment, the Holy Spirit gave orders. യേശു ക്രിസ്തു കൽപ്പിച്ചു, പരിശുദ്ധാത്മാവ് കൽപ്പിച്ചു. സ്തോത്രം. ഈ ഏതെങ്കിലും കൽപ്പനയിലായിരിക്കണം ഒരു ദൈവവേദനയുടെ ജീവിതകാലം മുഴുവൻ. ഒന്നുകിൽ യേശുവിന്റെ കൽപ്പനയിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൽപ്പനയിൽ. ഈ കൽപ്പനയിലായിരിക്കണം ജീവിതം മുഴുവൻ. ഇന്ന് നമുക്കെല്ലാം ദൈവമക്കളെ ഉഴപ്പന്മാരാക്കാൻ വേണ്ടി ഒരു പരിപാടിയുണ്ട്, ഡെയിലി ബ്രെഡ് എന്ന്. അതെ, ഒരു ദിവസത്തെ ബ്രെഡ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ നമുക്ക് എത്ര മിനിറ്റ് വേണം? 15 മിനിറ്റ്സ് വേണം. ഡെയിലി ബ്രെഡ് എല്ലാവരും കൂടി ഇങ്ങനെ നല്ല പാക്ക് ചെയ്ത് വെച്ചേക്കുക. അതിന് എത്ര മിനിറ്റ് വേണം? 5 വേണ്ട, ഇത്രയും ആകെ 5 ഒരു ക്വാർട്ടർ പേജേ ഉള്ളത്. അപ്പൊ ദൈവമക്കളെ മനഃപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. ഈയിടയ്ക്ക് ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ട് നമുക്കൊരു ബൈബിളിൽ നിന്ന് ഒരു നല്ല പിന്നെ ECT യൂസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഏത് പ്രശ്നത്തിൽ ഇരിക്കുന്ന വിശ്വാസിയാണോ ഉടനെ ആ വിശ്വാസി അതങ്ങോട്ട് എടുത്തു വെച്ച് അങ്ങോട്ട് വായിച്ച് അതിന്റെ പരിഹാരം അങ്ങ് കണ്ടുപിടിക്കണം. അപ്പൊ നിരാശയുടെ വാക്യങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വെക്കുക. പിന്നെ ഒരാൾക്ക് കടക്കെണി വന്നിരിക്കുന്നു, കടം മാറാനുള്ള വഴികളെല്ലാം കൂടെ അങ്ങോട്ട് വെക്കുക. ഒരാൾക്ക് വേറെ ഒരു പ്രത്യേക ആവശ്യം വന്നിരിക്കുന്നു, ഉടനെ ആ ആവശ്യം എടുത്ത് അപ്പോൾ ബൈബിളിനകത്ത് തന്നെ ഇതെല്ലാം കൂടെ അങ്ങോട്ട് പ്രത്യേകം എടുത്ത് വെച്ചേക്കുക. മനസ്സിലാക്കുക, ബൈബിൾ അങ്ങനെയുള്ള ഒരു പുസ്തകമല്ല. ഒരാളിനോട് സംസാരിക്കുന്ന വിഷയമല്ല അതേ വാക്യം വേറെ ഒരാളിനോട് സംസാരിക്കും. ഈ വചനത്തിന്റെ പ്രത്യേകത ഇതിന് എപ്പോഴും വെറൈറ്റി ഉണ്ട്. God's word is a word of variety. And even to the same person, the same word speaks 100 things at different occasions. 100 വചനം വായിച്ച വേദഭാഗം അടുത്ത തവണ വായിക്കുമ്പോൾ അതേ ആള് തന്നെ വായിക്കുമ്പോൾ അതേ ആളിന് തന്നെ വേറെ ഒരു ദൈവാലോചനയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് ആർക്കും ഗുളികയാക്കി വെക്കാൻ പറ്റുന്നതല്ല.
ചിലർ പറയും ഞാനൊരു ആശയം പറയാൻ പോയി. ഇവിടെ ആരുടെ ആശയം കേൾക്കണ്ട. ദൈവവചനം ആരുടെ ആശയമല്ല, അത് വചനമാണ്, ദൈവത്തിന്റെ വാക്കാണ്. എന്റെ ആശയമൊന്നും എനിക്കിവിടെ പറയണ്ട. വേറെ ആരുടെ ആശയം പറഞ്ഞ് കേൾക്കാനും വലിയ താല്പര്യം എനിക്കില്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനമാണ് കേൾക്കേണ്ടത്. കർത്താവിന് സ്തോത്രം. അതാണ് ഭക്ഷിക്കേണ്ടത്, അതാണ് ഏറ്റെടുക്കേണ്ടത്, അതാണ് പ്രാപിക്കേണ്ടത്. അത് പ്രാപിച്ചാലേ ഹല്ലേലൂയ ജീവിതത്തിൽ കിട്ടേണ്ടത് കിട്ടത്തുള്ളൂ. ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ഓഫ് ദ ലോർഡ്. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. Holy Spirit gave orders to the apostles whom he had chosen. To these he also presented himself alive after his suffering. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം തെളിവ് വേണ്ടപ്പോഴൊക്കെ തെളിവ് കൊടുത്തു. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നു 40 days he proved with infallible proofs. അനിഷേധ്യങ്ങളായ തെളിവുകളെ കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് തന്റെ ശിഷ്യന്മാർക്ക് 40 ദിവസം ഈ ലോകത്തിൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തെളിയിച്ചു കൊടുത്തു. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 10 പ്രാവശ്യമെങ്കിലും കർത്താവ് പ്രത്യക്ഷനായി. അപ്പോൾ തെളിവ് തരണമെങ്കിൽ കർത്താവ് തെളിവ് കൊടുക്കുന്നു. അനിഷേധ്യങ്ങളായ തെളിവുകളെ കൊണ്ട് തന്റെ ശിഷ്യന്മാർക്ക് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു കൊടുത്തു. കർത്താവിന് സ്തോത്രം. എന്നിട്ട് അവർക്ക് എന്താണ് പറയാ, അവരോട് എന്താണ് പറഞ്ഞത്? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ. Speaking the things concerning the kingdom of God. What is the kingdom of God? There is a king up there, and he is ruling the whole world. And from that world, he is ruling every child of God. There is a kingdom up there, and the king is over there. And he is controlling every child of God over here. അവിടെ ഒരു ദൈവത്തിന്റെ രാജ്യമുണ്ട്, അവിടെ രാജാവ് ഇരിപ്പുണ്ട്. അങ്ങ് ദൂരെ ഇരുന്നുകൊണ്ട് ആ രാജാവ് തന്റെ സകല പ്രജകളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിലദൽഫിയയിൽ ഒരു ദൈവ പൈതൽ ഉണ്ടെങ്കിൽ ഫിലദൽഫിയയിലെ ദൈവ പൈതലിനെ രാജാവ് അവിടെ ഇരുന്നുകൊണ്ട് ഭരിക്കുകയാണ്. ആ രാജാവിന്റെ പ്രജയായിട്ടാണ് ഓരോ ദൈവ പൈതലും ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അതിനാണ് പറഞ്ഞത് ദൈവരാജ്യം. Kingdom of God. The king is ruling over there. ദൈവം അവിടെ നിന്ന് തന്റെ പ്രജകളെ, തന്റെ മക്കളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിച്ചു. താൻ ജീവിച്ചിരിക്കുന്നു. അങ്ങനെ അവരവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. അത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. കാരണം എന്താണ്? യെരൂശലേം ഇപ്പോൾ ഒരു ഭയാനകമായ സ്ഥലമാണ്. എന്തുകൊണ്ട് ഭയാനകമായ സ്ഥലമാണ്? യേശുവിനെ ക്രൂശിലേറ്റിയ സ്ഥലമാണ്. യേശുവിനെ, തങ്ങളുടെ ഗുരുവിനെ നിഷ്കരുണം ഇല്ലാതാക്കിയ സ്ഥലമായതുകൊണ്ട് തന്റെ ശിഷ്യന്മാർക്ക് ഒരു നിമിഷം പോലും സമാധാനത്തോടെ സ്വസ്ഥതയോടെ നിൽക്കാൻ പറ്റാത്ത സ്ഥലമായതുകൊണ്ട് അവർ ഭയത്തോടും വിറയലോടും കൂടെ ഓരോ നിമിഷവും നിൽക്കേണ്ട സ്ഥലമായതുകൊണ്ട് ശിഷ്യന്മാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് താല്പര്യം. അതുകൊണ്ടാണ് രണ്ടുപേർ എമ്മൗസിലേക്ക് പോയപ്പോൾ യേശു അവരുടെ കൂടെ നടന്ന് അവരെ വീണ്ടും തിരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് യെരൂശലേം ഇപ്പോൾ ശിഷ്യന്മാർക്ക് കൊള്ളാകുന്ന സ്ഥലം
Jerusalem is not a convenient place for the apostles, the disciples of the Lord, and therefore they want to escape that place. But it is the commandment of the Lord, wait there in Jerusalem. Hallelujah. അവിടെ തന്നെ കാത്തിരിക്കണം എന്ന പിതാവിന്റെ വാഗ്ദത്തത്തിനായി. Hallelujah. ഇന്നത്തെ ആത്മീയഗോളത്തിൽ ഇംഗ്ലീഷിലാണേലും മലയാളത്തിലാണേലും പ്രസംഗത്തിന് ഇവിടെ എല്ലായിടത്തും കേൾക്കുന്ന ഒരു പദമാണ് എന്റെ വാഗ്ദത്തം. വാഗ്ദത്തം അവരവർക്ക് ഇഷ്ടമുള്ള പോലെ അത് വ്യാഖ്യാനിച്ച് കേൾവിക്കാരന്റെ ചെവിക്ക് ആകർഷണീയമായ രീതിയിൽ. സ്തോത്രം. ഈയിടയ്ക്ക് ഒരു പാസ്റ്ററുടെ മോൻ പറഞ്ഞു, ഒരു വാഗ്ദത്തം കൊണ്ട് എന്നോട് അപ്പന്റെ കസേരയിൽ ഇരിക്കുമെന്നൊരു വാഗ്ദത്തം. പിന്നെ അവന്റെ ജീവിതകാലം മുഴുവൻ കസേര കളിയാണ് അവന്റെ ജീവിതം. കാരണം ഒരു വാഗ്ദത്തം ഉണ്ട്. ഓരോരുത്തരോടും കിട്ടിയ ഓരോ വാഗ്ദത്തങ്ങളെ ഇങ്ങനെ വാഗ്ദത്തം മേടിക്കണം 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 എന്ന് ഓരോരുത്തരോട് പറഞ്ഞ് ഓരോരോ വാഗ്ദത്തങ്ങൾ ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് മേടിപ്പിച്ച് അനേക ദൈവമക്കളെ അനാത്മീയന്മാരാക്കി, ഭൗതികവാദികളാക്കി, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു വലിയ പ്രവണതയുണ്ട്. ദൈവമക്കളെ, വാഗ്ദത്തം എന്താണ് യേശു ക്രിസ്തു പറഞ്ഞത്? പിതാവിന്റെ വാഗ്ദത്തം എന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന്റെ വാഗ്ദത്തം, the promise of the Father. Wait for the promise of the Father. Hallelujah. What is the promise? Jesus was very much offended in verse 6. When they had come together, they were asking him, saying, Lord, is it at this time that you are restoring the kingdom to Israel? Jesus was very much disturbed by hearing that. And therefore Jesus replied in verse 7, it is not for you to know the times or epochs which the Father has fixed by his own authority. Hallelujah. കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കർത്താവിനോട് ചോദിക്കുകയാണ്. കർത്താവ് അവരോട് പറഞ്ഞത് എന്താണ്? ദൈവരാജ്യം. അവർക്ക് അന്നേരവും വേണ്ടത് എന്താണ്? ഞങ്ങളുടെ രാജ്യം, ഇസ്രായേലിന്റെ രാജ്യം, ഞങ്ങളുടെ രാജ്യം. കർത്താവ് പറയുന്നത് ദൈവരാജ്യം, the kingdom of God, the kingdom of heaven, സ്വർഗരാജ്യം, ദൈവരാജ്യം. ദൈവരാജ്യത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി അവരോട് കാത്തിരിക്കാൻ പറഞ്ഞു. അത് കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടും അവർക്ക് വേണ്ടത് എന്താണ്? ഞങ്ങളുടെ രാജ്യം, ഇസ്രായേലിന്റെ രാജ്യം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ദൈവമക്കളെ എല്ലാം ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റി അവരവരുടെ രാജ്യത്തിലേക്ക് ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്ന സുവിശേഷം, ഒരു വല്ലാത്ത സുവിശേഷം ഇന്ന് ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്കാർക്കും നമ്മുടെ രാജ്യത്തിന്റെ ആളുകളാകരുത്. സ്തോത്രം. എനിക്ക് ഈ ലോകത്തിൽ ഒരു രാജ്യവും എനിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രൊപ്പഗാൻഡായി എനിക്ക്. സ്തോത്രം. കർത്താവിന്റെ രാജ്യത്തെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അതിനുവേണ്ടി മാത്രം നിന്നാ മതി. സ്തോത്രം. ഇതുവരെ അതുകൊണ്ടാ ഒരിടത്തും ഒരു ഇലക്ഷന് ഞാൻ നിന്നിട്ടില്ല. ഇതുവരെ ഒരു വോട്ട് പിടിക്കാൻ നിന്നിട്ടില്ല, ഒരിടത്തൊരു മത്സരത്തിന് നിന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഓർക്കുന്നു, എനിക്ക് 21 വയസ്സുള്ളപ്പോഴാണ് ഞാൻ UBS പഠിക്കാനായിട്ട് പോയത്, പൂനായിലെ സെമിനാരിൽ. അവിടെ ചെന്ന ഫസ്റ്റ് ഇയറിൽ തന്നെ എന്നെ അവിടുത്തെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവർ ഇലക്ട് ചെയ്തു. അപ്പം എല്ലാവരും വന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. നല്ല തുടക്കമാണ്, വന്നപ്പോഴേ നീ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയല്ലോ, അവിടുത്തെ വലിയ പോസ്റ്റാണ് ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആകുക എന്ന് പറഞ്ഞു. എന്നാൽ
നേരം സന്ധ്യ ആയപ്പോഴത്തേന് ആ സെമിനാരിയിലെ അന്തരീക്ഷം മുഴുവൻ അങ്ങ് വല്ലാത്ത സ്ഥിതിയായിട്ടുണ്ട്. കാർമേഘവും കോളും കാറ്റും എല്ലാം കൊണ്ട് കയറി. 7 ബാച്ചാണുള്ളത്. 7 ബാച്ചിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 4 ബാച്ചിലും മലയാളികളാണ് കയറി വന്നേക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുണ്ട്, ന്യൂസിലൻഡിൽ നിന്ന് വിദ്യാർത്ഥികളുണ്ട്, അമേരിക്കയിൽ നിന്ന് ചിലരുണ്ട്, ശ്രീലങ്കയിൽ നിന്ന് ഒരു നല്ല സംഘമുണ്ട്, മലേഷ്യയിൽ നിന്ന് നല്ല സംഘമുണ്ട്, ഇന്തോനേഷ്യയിൽ നിന്നുണ്ട്. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുണ്ട്, ഇന്ത്യയിലെ സകല സംസ്ഥാനം. അപ്പൊ അങ്ങനെ എടുക്കുമ്പോഴാണ് 4 മലയാളികൾ തന്നെ എടുക്കും. അപ്പോഴത്തേനും അവിടെ മുഴുവൻ അന്തരീക്ഷം വളരെ മോശം, കാർമേഘം കൂടി. ആളുകൾക്കാർക്കും മലയാളികളെ കാണുമ്പോഴേ ആളുകൾക്ക് എല്ലാവരും വല്ലാത്ത അസ്വസ്ഥത. അപ്പോഴത്തേനും മലയാളി സമാജം പ്രസിഡന്റ്, അദ്ദേഹം ഇപ്പോഴും അടുത്തൊരു ചർച്ചയിൽ ഉണ്ട്, പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു, അയ്യോ നമ്മൾ ആകെ കുഴച്ചില്ലാണ്, നമ്മളതുകൊണ്ട് 1 or 2 പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ഈ ഇലക്ഷനിൽ നിങ്ങളെല്ലാം പിന്മാറണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു, അയ്യോ ഞാനങ്ങ് മാറിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ക്ലാസ് ചെയ്യുന്ന പറയുന്നത് പോലെ ഞാനങ്ങ് പിന്മാറും. അപ്പൊ അവര് പറഞ്ഞില്ല, നിങ്ങൾ യുനാനിമസ് ഇലക്ഷൻ അതുകൊണ്ട് പിന്മാറാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, എന്തോ ഇലക്ഷൻ ആണെങ്കിലും ശരി. അപ്പൊ അന്ന് ഞാൻ ജീവിതത്തിൽ തീരുമാനിച്ചു, ഇനി ഒരിടത്ത് ഒരു സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ജീവിതത്തിൽ നിൽക്കത്തില്ലെന്ന്. കാരണം എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയാൽ മനുഷ്യൻ എന്തെല്ലാം വിഷമമാണ് മറ്റുള്ളവർക്ക് അതിനെ കുറിച്ച് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? അതുകൊണ്ട് പിന്നെ ഇന്ന് വരെ ഒരിടത്ത് ഒന്നിനാണ് നിന്നിട്ട്. സ്തോത്രം, ഹല്ലേലൂയ. യേശുക്രിസ്തു ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ഞങ്ങളുടെ രാജ്യം, ഇസ്രായേലിന്റെ രാജ്യം എപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്? കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അവരെ ശാസിക്കുകയാണ് ആ വാക്കിൽ. ഹല്ലേലൂയ. പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, എന്നാൽ നിങ്ങൾക്കുള്ളതാണ്. ശക്തി പ്രാപിക്കുക, വാഗ്ദത്തം പിതാവ് തരാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം, കർത്താവിന് സ്തോത്രം. നമ്മുടെ വിഷയം അവിടെയാണ്, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. പെന്തക്കോസ്തിലെ അനേക സഭകൾ, എനിക്കൊന്ന് ഈ സഭയുടെയും വിശ്വാസ പ്രമാണത്തിനകത്തിൽ അന്യഭാഷാ ഭാഷണമാണ് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അടയാളം എന്ന് നമ്മുടെ വിശ്വാസ പ്രമാണത്തിനകത്തും എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിലെ എല്ലാ പെന്തക്കോസ്ത് സഭകളുടെ വിശ്വാസ പ്രമാണത്തിനകത്തും ഞങ്ങൾ വിശ്വസിക്കുന്നു അന്യഭാഷാ ഭാഷണത്തോടു കൂടിയ പരിശുദ്ധാത്മകരമാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നതിന്റെ ഏകവും പ്രത്യക്ഷമായ തെളിവ് എന്ന് നമ്മളെല്ലാം എഴുതി വെച്ചു. എന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്ന പെന്തക്കോസ്ത് സഭകളിലൊന്നും സാധാരണ അങ്ങനെ ഇപ്പൊ എഴുതി വെക്കാറില്ല. കാരണം അങ്ങനെ വന്നാൽ പല സഭകളും കുഴച്ചില്ലാകും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പല സഭകളിലും അത് എഴുതി വെക്കാറില്ല. ഞാൻ എന്റെ ഒരു ഉപദേശവും പറയുന്നില്ല, എനിക്ക് എന്റെ വിശ്വാസ പ്രമാണം ഞാൻ ഇവിടെ പറയുന്നുമില്ല. പക്ഷെ എങ്ങനെയാണെങ്കിലും ആത്മസ്നാനം എന്ന് പറയുന്ന ഒരനുഭവം ദൈവ പൈതലിനുണ്ടായിരിക്കണം. ആത്മസ്നാനം എന്ന് പറയുന്നത് ദൈവ പൈതലിനുണ്ടായിരിക്കണം. കാരണം പഴയ നിയമം മുഴുവനും സ്വർഗത്തിലെ ദൈവം കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദത്തമാണ്, നിന്റെ സന്തതികളുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്നുള്ളത്. അതുപോലെ വലിയ ഒരു വാഗ്ദത്തം പഴയ നിയമത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പുതിയ നിയമത്തിൽ തന്റെ മക്കളോട് സംസാരിക്കുമ്പോൾ യേശുക്രിസ്തു അതേ കാര്യം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു. സിംഗുലറാണ്, വാഗ്ദത്തങ്ങളല്ല, പിതാവിനോട് കേട്ട വാഗ്ദത്തം. അങ്ങനെയാണെങ്കിൽ അത് സിംഗുലർ ആണെങ്കിൽ, അത് ഏകവചനമാണെങ്കിൽ, കർത്താവിന്റെ സ്തോത്രം, ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് പറയുന്നു, അതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. സ്തോത്രം, നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അതായിരിക്കണം.
സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ഭക്ഷണം വിളമ്പി കൊടുക്കണയിൽ പോലും പരിശുദ്ധാത്മ നിറവ് ഉള്ളവരെ മാത്രമേ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ അനുവദിക്കത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സഭയിൽ പിന്നെ ചോറും കറിയും വിളമ്പണേ പോലും പരിശുദ്ധാത്മ നിറവ് നിർബന്ധമാണെങ്കിൽ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളാരും അത് നിസ്സാരമായിട്ട് എടുക്കരുത്. Even to serve at the table, baptism in the Spirit was compulsory in the early church, as we read in Acts chapter 6 verse 3. And therefore, take it serious. Hallelujah. Hallelujah. And God has set no restriction for anyone. പരിശുദ്ധാത്മാഭിഷേകം അല്ലെ ആത്മസ്നാനം പൂർണ്ണരായതുകൊണ്ടല്ല കൊടുക്കുന്നത്. പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച അനേകരെ വേദപുസ്തകത്തിൽ അപൂർണരും കുഴപ്പങ്ങളൊക്കെ ഉള്ളവരുമായിരുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും പരിശുദ്ധാത്മാവ് അഭിഷേകം കിട്ടിയോരെ ചിന്തിക്കരുത്, ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ലവനായതുകൊണ്ടോ വളർന്നവനായതുകൊണ്ടോ പക്വത പ്രാപിച്ചതുകൊണ്ടോ അല്ല എനിക്ക് ആത്മാഭിഷേകം കിട്ടിയത്. വളരാൻ വേണ്ടി, പക്വത പ്രാപിക്കാൻ വേണ്ടി, ആത്മീയ മുന്നേറ്റം ഉണ്ടാകാൻ വേണ്ടി, തന്റെ പുത്രനോട് അനുരൂപനാകാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാഭിഷേകം ദൈവം ഓരോ ദൈവവേദനയിലും കൊടുക്കുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും ജഡീകന്മാരല്ല. അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ജഡീകന്മാരായവർ കൊരിന്തിലെ സഭയിൽ ഉണ്ടായിരുന്നു. ബേബ്സ്, ശിശുക്കളായവർ, പക്വത പ്രാപിക്കാത്തവർ കൊരിന്തിലെ സഭയിൽ ഉണ്ടായിരുന്നു. So baptism in the Spirit doesn't mean that person is mature. It doesn't mean that person is spiritual. It is to make that person a spiritual one. ആത്മീയനാക്കാൻ വേണ്ടിയാണ്, പക്വതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ ഉപദേശം കറക്റ്റായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും പരിശുദ്ധാത്മാവിനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റമെല്ലാം കർത്താവിനോട് ഏറ്റു പറയണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച ജീവിത പാതകളെ കുറിച്ചെല്ലാം ദൈവത്തോട് കുറ്റമേറ്റു പറയണം. കർത്താവിന്റെ സന്നിധിയിൽ അതിനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് ഒരുക്കിയെടുക്കണം. അങ്ങനെ ഒരുക്കിയെടുത്ത് ദിവസങ്ങൾ കഴിയാതെ ദൈവമക്കൾ എല്ലാവരും പരിശുദ്ധാത്മ നിറവിലേക്ക് വരണം. സ്തോത്രം. അതൊരു കീറാമുട്ടിയൊന്നും അല്ല, അത് എവറസ്റ്റ് കയറുന്ന പോലുള്ള കാര്യമൊന്നുമല്ല. അത് പ്രാപിച്ചവരാരും അങ്ങനെ പ്രത്യേകം ഒന്നും കൊടുത്ത് പ്രാപിച്ചതല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ മക്കൾ, ദൈവസഭയിലെ എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ദാഹമായിരിക്കണം പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നുള്ളത്. ഹല്ലേലൂയ. അത് പ്രാപിച്ചവർ അത് വിലയേറിയതായി കരുതുകയും സൂക്ഷിക്കുകയും അനുസരിക്കേണ്ട പോലെ ആത്മാവിനെ അനുസരിക്കാനും തയ്യാറായില്ലെങ്കിൽ പ്രാപിച്ചത് കൊണ്ടും പ്രയോജനമില്ല. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:2 പറഞ്ഞത്, നിങ്ങൾക്ക് ആത്മാവുണ്ടെങ്കിലും നിങ്ങൾ ആത്മീയന്മാരല്ല. Even though you have the Spirit of God, you are not spiritual.
The infilling, the baptism in the Spirit didn't make you a spiritual person. So spirituality, becoming a spiritual person, that is the purpose of baptism in the Spirit. ദൈവ കൃപയിൽ വളരാൻ വേണ്ടിയാണ് ആത്മാവിനെ പകരുന്നത്. അതുകൊണ്ട് അതിലേക്ക് നമ്മുടെ ശ്രദ്ധയുണ്ടാകും. Hallelujah. Praise the Lord. ദൈവരാജ്യം എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. എൻ്റെ സാക്ഷികളാകും. നമ്മൾ വേദഭാഗം ശ്രദ്ധിക്കണം. വാസ്തവത്തിൽ ഇവരെല്ലാവരും ദൃക്സാക്ഷികളാണ്. യേശുക്രിസ്തു ജീവിച്ചിരുന്നത് കണ്ടു, യേശുക്രിസ്തുവിനെ തൊട്ടു, യേശുക്രിസ്തു പ്രസംഗിച്ചതെല്ലാം കേട്ടു, യേശുക്രിസ്തുവിന്റെ മരണത്തിന് അവര് സാക്ഷികളാണ്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനും അവര് സാക്ഷികളാണ്. അവരെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് അനിഷേധ്യമായ തെളിവുകളെ കൊണ്ട് തെളിയിച്ചു കൊടുത്തു, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ ഈ ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച യേശുവിനെയും മരിച്ച യേശുവിനെയും ഉയർത്തെഴുന്നേറ്റ യേശുവിനെയും സ്വർഗാരോഹണം ചെയ്ത യേശുവിനെയും ദൃക്സാക്ഷികളായി തങ്ങളുടെ നഗ്നനേത്രങ്ങളും കൊണ്ട് കണ്ട തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോഴും സാക്ഷിയാകാൻ യോഗ്യരല്ല. പിന്നെ എപ്പോഴാണ് നിങ്ങൾ സാക്ഷികളാകുന്നത്? ഇതെല്ലാം ഉണ്ടെങ്കിലും ഉയരത്തിലെ ശക്തി പ്രാപിച്ചെങ്കിലേ. കണ്ണുകൊണ്ട് കണ്ടതല്ല, ചെവി കൊണ്ട് കേട്ടതല്ല, അനിഷേധ്യമായ തെളിവുകളെ കൊണ്ട് ജീവിതത്തിൽ ഉറപ്പിച്ചതല്ല. ഇതെല്ലാം ഉണ്ടായിട്ടും ഉയരത്തിലെ ശക്തി ലഭിക്കാതെ നിങ്ങൾ സാക്ഷികളല്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിലെ സാക്ഷിയും വേദപുസ്തകത്തിലെ സാക്ഷിയും തമ്മിൽ വലിയ വ്യത്യാസം. ഈ ലോകത്തിലെ സാക്ഷി നേരിട്ട് കണ്ടവരെല്ലാം സാക്ഷിയാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, നേരിട്ട് കണ്ടതുകൊണ്ടും നീ സാക്ഷിയല്ല. സ്തോത്രം. നേരിൽ കാണാത്തവൻ നല്ല സാക്ഷിയായി. You know that Stephen or Apostle Paul and others who were not with Jesus, or even Luke, this writer, we understand that he was from the Pisidian Antioch and who may never have been to Jesus, to Jerusalem. And it was only after the first missionary journey of Apostle Paul that this person came into contact with the Christianity. And with all that, he has become a witness because of the power of God that he received from the Lord. അതുകൊണ്ട് ദൈവശക്തി കിട്ടുന്നവരാണ് ദൃക്സാക്ഷികൾ. ഹല്ലേലൂയ. ബാക്കിയുള്ളവരൊന്നും ദൃക്സാക്ഷിയല്ല. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മ നിറവിന്റെ ആവശ്യകതയെ കുറിച്ച് ഒരു വ്യക്തമായ ബോധ്യം നമുക്ക് ഈ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായിരിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു അപ്പനായതുകൊണ്ട് എൻ്റെ വലിയ ആഗ്രഹമായത് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകം പ്രാപിച്ചവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വിവാഹപ്രായമാകുന്നതിന് മുമ്പ് എൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ സഹോദരങ്ങളെല്ലാം അത് കഴിഞ്ഞുകൊണ്ട്, എന്നാൽ അതിനു മുമ്പ് ഒത്തിരി കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ സഹോദരങ്ങളെല്ലാം ആത്മനിറവുള്ളവരായിരിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കാരണം വേദപുസ്തകത്തിലെ വചനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മ നിറവില്ലാത്ത ജീവിതം കൊണ്ട്,
വേറെ എന്തെല്ലാം ഈ ലോകത്തിൽ ഉണ്ടായാലും ജീവിതം വട്ടപൂജ്യമാണെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ ഒരു കഥയുമില്ല എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ആഴമായ ബോധ്യം ദൈവമക്കൾക്കുണ്ടാകണം. അത് ഇന്ന രീതിയിലായിരിക്കണമെന്ന് ഈ പുസ്തകത്തിൽ പറയുന്ന പോലെ മാത്രം മതി. ഞാനതിന് പ്രത്യേക ഉപദേശമൊന്നും സ്ഥാപിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാനതിന് ഉപദേശം സ്ഥാപിക്കാത്തതിന്റെ കാരണം ഈ പുസ്തകത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഏകവും പ്രത്യക്ഷവുമായ അടയാളം കാരണം എനിക്ക് എന്റെ ജീവിതത്തിന്റെ കമ്മിറ്റ്മെന്റ് ആണ് ഈ പുസ്തകം പറയാത്തതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പുസ്തകം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് ഓർ ബാപ്റ്റിസം വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അതിനെ ബാപ്റ്റിസം എന്ന പദത്തിന്റെ അർത്ഥം മുങ്ങുക എന്നുള്ളതാണ്. ആത്മാവിൽ മുങ്ങിയ ഒരനുഭവത്തിൽ ദൈവവൈതൽ ജീവിക്കണമെന്നുള്ളത് ഈ പുസ്തകം തീർത്തു പറയുന്നത് കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഭയിലെ എല്ലാ ദൈവമക്കളും അതിലേറ്റവും ഉറച്ച ചിന്താഗതിയും ഉപദേശം, ടീച്ചിങ്, ഉപദേശം, ഡോക്ട്രിൻ, നമ്മുടെ ഉപദേശം വളരെ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കർത്താവേ, ഈ അനുഭവം ഇല്ലാതെ എനിക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ ക്രിസ്ത്യാനിയല്ല. ഈ ലോകത്തിൽ പറയും നീ മാമോദീസ വെള്ളം വീണോ അല്ലേ എന്നൊക്കെ ഈ ലോകത്തിൽ പറയും. നമുക്കൊന്നും വിഷയമല്ല. വേദപുസ്തകം അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഹിന്ദുക്കളും മറ്റുള്ളവരും ഒക്കെ പറയുന്നത് നീ മാമോദീസ വെള്ളം വീണോ അല്ലയോ. ആ വെള്ളം വീണുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. രണ്ട് സ്നാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കും. യോഹന്നാന്റെ സ്നാനം, യേശുക്രിസ്തുവിന്റെ സ്നാനം, പരിശുദ്ധാത്മ സ്നാനം. എനിക്ക് നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സ്നാനം കഴിക്കുക എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും നേരിട്ടെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ രണ്ടാമത്തേത് പറഞ്ഞു, കാത്തിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനു വേണ്ടി അല്പസമയം വേർതിരിക്കണം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, എനിക്കും ആ അഭിഷേകം വേണം. ഞാൻ അതിന്റെ കാത്തിരിപ്പിന്റെ ഭാഗമായിട്ട് ഞാൻ വൈകിട്ട് 7 മണിയാകുമ്പോൾ ഈ ചർച്ചിലോട്ട് വരാൻ പോവുക. 8:30 ഞാൻ പോവും. അതിനു മുമ്പ് എന്നെ അങ്ങനെ കിട്ടത്തില്ല, അങ്ങനെ കിട്ടത്തില്ല. ആദ്യം നമുക്ക് അതിനെ കുറിച്ച് ഒരു നല്ല സുബോധം നമുക്കുണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും കാത്തിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. 24 മണിക്കൂറും കാത്തിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇവര് 10 ദിവസം പ്രാർത്ഥിച്ചത് നമ്മളെ പോലെ രാവിലെ 10 തൊട്ട് 12 വരെയും വൈകിട്ട് 7 തൊട്ട് 8:30 വരെയും അല്ല. 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു, രാവിലെ 9 മണിയാകുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ച നടന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ പെന്തക്കോസ്ത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ 9 മണിക്ക് പെന്തക്കോസ്ത് നടക്കണമെങ്കിൽ എത്ര മണിക്ക് ഇവര് പ്രാർത്ഥിക്കാനിരുന്നവരാണ്. അതുകൊണ്ട് 1.5 മണിക്കൂറും 2 മണിക്കൂറിന്റെ കണക്കുകൊണ്ട് ശരിയാകുന്നതല്ല. 24 മണിക്കൂറും അതിനു വേണ്ടിയുള്ള ആർത്തി ഉണ്ടായിരിക്കണം. ഈ ഉപദേശം നമ്മുടെ അകത്ത്, ഈ ഉപദേശം നമ്മുടെ അകത്ത്, ഈ ഉപദേശം നമ്മുടെ അകത്ത്, ഇതിനെ കുറിച്ചുള്ള ഒരു ഭയം നമുക്കുണ്ടാകണം, ഒരാവലാതി നമുക്കുണ്ടാകണം, ഒരാർത്തി നമുക്കുണ്ടാകണം, നഷ്ടബോധം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഈ പ്രമാണം വേദപുസ്തകമായി എല്ലാ ദൈവത്തിന്റെ മക്കളും പല പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തി വായിക്കണം. 1, 2, 10 പ്രാവശ്യം വായിച്ചാൽ പോരാ. വീണ്ടും 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 അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ, ഈ പുസ്തകം ശരിക്ക് വായിച്ച് ദൈവമക്കൾ പെന്തക്കോസ്തുകാരെങ്കിലും ഇത് പഠിക്കണം. സ്തോത്രം. നമ്മുടെ പെന്തക്കോസ്തുകാർക്ക് ഈ ആർത്തി ഇല്ലാതെ വന്നതുകൊണ്ട്, ഇത് അന്വേഷിക്കാതെ വന്നതുകൊണ്ട് അനേക പെന്തക്കോസ്തുകാരുടെയും വടക്കേ അമേരിക്കയിലെ പെന്തക്കോസ്തുകാരുടെ ഉപദേശം
സ്വീകരിക്കണം. ദൈവത്തിന്റെ വചനം വായിക്കണം. എനിക്ക് വേണ്ടി ഞാൻ തന്നെ വായിച്ച് എന്റെ ആഹാരം ഞാൻ തന്നെ കർത്താവിന്റെ പക്കൽ നിന്ന്, ഈ വിശുദ്ധ വചനത്തിൽ നിന്ന് ഞാൻ തന്നെ പ്രാപിക്കുന്നവനായിരിക്കണം. ആരുടെയും ബ്രെഡ് തിന്നാനല്ല, ആരുടെയും പൂത്ത ബ്രെഡ് തിന്നുന്നവനാകരുത്. എന്തെങ്കിലും ആശയമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നതല്ല വേണ്ടത്, വചനമാണ് വേണ്ടത്, ദൈവത്തിന്റെ വചനമാണ് വേണ്ടത്. കർത്താവിന് എന്നോട് പറയാനുള്ളതാണ് ഞാൻ കേൾക്കേണ്ടത്, കർത്താവിന്റെ ശബ്ദമാണ് ഞാൻ കേൾക്കേണ്ടത്. അതാണ് എന്നെ ഒരുക്കിയെടുക്കുന്നത്, എന്നെ കാത്തിരിക്കാനും എന്നെ നിറയ്ക്കാനും എന്നെ പുതുക്കാനും സഹായിക്കുന്ന, അതിൽ തന്നെ